നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പത്മ, ഇത് തോൽവിയുടെയും ജയത്തിന്റെയും ഒന്നും പ്രശ്നമല്ല. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സൂര്യയുടെ വിവാഹം? ആ വേലക്കാരുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയതിനു ശേഷം ആ വിശ്വനാഥനും കുടുംബവും ആ വിവാഹ മണ്ഡപത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്ന്. അന്ന് അവളുടെ കഴുത്തിൽ താലി വീണതിന്റെ പേരിൽ നിങ്ങൾ തലയുയർത്തി നിന്നു. പക്ഷെ വിശ്വനാഥന്റെയും കുടുംബത്തിന്റെയും ഓരോ വാക്കുകൾക്ക് മുന്നിൽ തല താഴ്ത്തി നിന്ന് നാണം കെട്ടത് ഞാനാ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ. അപ്പോ ആ വേലക്കാരുടെ വിശേഷം ചോദിച്ച് ആ കൃഷ്ണവേണി എന്നെ വീണ്ടും അപമാനിച്ചു. അവിടെയും നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കായിരുന്നു. കാരണം അവിടെ വിളക്ക് തെളിയിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന മഹാലക്ഷ്മി ആയിരുന്നല്ലോ. അതെ, ആ കൃഷ്ണവേണി മിത്രയുടെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, മകന്റെ രജിസ്റ്റർ വിഭാഗത്തിന് അമ്മയെ ക്ഷണിച്ചില്ലേ എന്ന്. ഞാൻ എന്താ മറുപടി അവരോട് പറയേണ്ടിരുന്നത്? നിങ്ങൾ പറഞ്ഞതാ. എന്റെ മുന്നിൽ ഇരിക്കില്ല, നിന്നാൽ തന്നെ വിനയത്തോടെ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് എന്നെ പുച്ഛം അല്ലേ വിജയ്? അത് അങ്കിള് നിർബന്ധിച്ചോണ്ട് ഞാൻ പോയെന്നേ ഉള്ളൂ ആന്റി. അല്ലാതെ നിനക്കിതിൽ പങ്കില്ല അല്ലേ? നിനക്കോ? കയ്യും കാലും കെട്ടിക്കൊണ്ടു പോയതല്ലോ, സന്തോഷത്തോടെ ഇറങ്ങി പോയതല്ലേ? സോറി മമ്മി. ഇനി ഒരെണ്ണത്തിനെ പോലും ഞാൻ വിശ്വസിക്കില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുള്ള ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ തന്നെ എനിക്കിപ്പോ പേടിയാ. കഴുത്തരിയാനുള്ള നിർദ്ദേശം അച്ഛന്റെ ഏട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായ അത് ചെയ്യാനും നിങ്ങൾ മടിക്കില്ല. അതിന് അമ്മ ബഹളം വെക്കും, പക്ഷേ സഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ ഹലോ, വാ. അന്നല്ലോ അളകാപുരിയുടെ മഹാറാണി. വിവാഹ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവകാശങ്ങൾ ഒന്നും കിട്ടില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞു? നിന്റെ ഗതിയില്ലാത്ത അച്ഛനോ ആ വിവരമില്ലാത്ത മുത്തശ്ശിയോ? ചോദിച്ചു കേട്ടില്ലടി. പത്മ, നന്ദിനിയുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അവളെ ചോദ്യം ചെയ്യണ്ട. പിന്നെ ആരോട് ചോദിക്കണം? എച്ചിലും വാരത്തിന്ന് കഴിയുന്ന ഇവൾക്കൊക്കെ ഈ വീടിന്റെ അകത്ത് വന്ന് ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ രീതികളൊക്കെ കണ്ടപ്പോ അതൊക്കെ അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ അച്ഛനെയും മകനെയും സ്വാധീനിച്ച് ഇങ്ങനെ ഒരു രജിസ്റ്റർ വിവാഹം നടത്താൻ ഇവള് ശ്രമിച്ചത്. നന്ദിനി,
വാ. നശിക്കാൻ തീരുമാനിച്ചവനെ നന്നാക്കാൻ നോക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഒരു പെണ്ണിന്റെ വാക്കിൽ വീണു പോകുന്നതിനൊന്നും തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അല്പം കൂടി യോഗ്യതയുള്ള ഒരുത്തി ഇവനെ തെരഞ്ഞെടുത്തൂടെ? എന്താ മേഡം ഇഷ്ടപ്പെടുന്ന യോഗ്യത ഒന്ന് പറഞ്ഞുതരാവോ? ഈ വീട്ടില് ഞാനല്ലാതെ വേറെ ആണുങ്ങളുണ്ട്. അവരുടെ കുടുംബജീവിതം ഞാൻ നേരിട്ട് കാണുന്നുമുണ്ട്. ഒന്നുറക്കെ സംസാരിക്കണമെങ്കിൽ പോലും അനുവാദം കാത്തു നിൽക്കുന്ന അവരുടെ അതേ അവസ്ഥയാണോ ഈ പറഞ്ഞ യോഗ്യത? അടക്കി ഭരിക്കാൻ മാത്രം അറിയാവുന്നവർക്ക് പിടിച്ചെടുക്കാൻ മാത്രം ശ്രമിച്ചവളാണ് ഇവളെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്ത ക്വാളിറ്റി അവളിൽ കണ്ടതാ ഞാൻ. സോ എന്റെ ഭാര്യയെ കുറ്റം പറയാൻ ശ്രമിക്കണ്ട. അത് കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. നന്ദിനി, അകത്ത് പോ. എന്തിനാ അച്ഛാ എല്ലാവരും ഇങ്ങനെ കുറ്റവാളികളെ പോലെ നിൽക്കുന്നത്? പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് കയറി പൊക്കൂടെ? മക്കളെ അമ്മയ്ക്ക് എതിരെയാക്കാനുള്ള നിങ്ങളുടെ മിടുക്കിന്റെ ഗുണം. ഞാൻ അവനോട് എന്തോ മഹാപാതകം ചെയ്തതിന്റെ പേരിൽ എന്നെ അവന് ഇഷ്ടമില്ലെന്ന് എല്ലാരും പറയുന്നു. പക്ഷേ സത്യത്തിൽ നിങ്ങൾ അത് മുതലെടുക്കായിരുന്നു. പത്മേ അവന്റെ മനസ്സിൽ വൃത്തികെട്ട ഒരുത്തിയാക്കി മാറ്റിയത് നിങ്ങളൊരാളാണ്. പക്ഷേ വിട്ടുവീഴ്ച ചെയ്തോ മുട്ടുമടക്കിയോ പത്മയെ കാണാന്ന് ആരും കരുതണ്ട.